വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. ഇപ്പൊ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷെ പതിവ് പോലെ നമ്മള് കേരള ആസ്പിറൻസിന് അത്ര സന്തോഷമില്ല അല്ലെ. കാരണം നമുക്ക് കേരളത്തിലെ ഈ കൊല്ലം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെയധികം ആസ്പിറൻസ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി നോക്കിയിട്ടിരുന്ന ഒരു എക്സാമാണ് SBI ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സങ്കടം ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ഇതുവരെയും കുറേ വർഷങ്ങൾ നോക്കിയാലും നമുക്ക് ഇതുവരെയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടില്ല. 2023 ഏറ്റവും കുറവ് വേക്കൻസി ആയിരുന്നു 47. അന്ന് പോലും നമുക്ക് 47 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കേരളം മാത്രമല്ല വേറെ കുറച്ച് സ്റ്റേറ്റ്സിനും കൂടെ ഇതേപോലെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാത്തതുണ്ട്. അപ്പൊ ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ആസ്പിറൻസ് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് പോലും അയക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ പാനിക് ആകാതിരിക്കുക. നമ്മൾ എന്തായാലും പ്രിപ്പറേഷനിലാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തായാലും പ്രിപ്പറേഷനിലാണ്. നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള വേക്കൻസി എത്രയുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, IBPS POയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ NICL അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് IBPS PO റിവൈസ്ഡ് വേക്കൻസി എന്ന് പറയുന്നത് 7,665 ആണ്. SBI POയുടെ വേക്കൻസി എന്ന് പറയുന്നത് 1,500 അല്ലെ. അന്ന് 1,500 വേക്കൻസി ശരിക്കും SBIക്ക് വന്നപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിച്ചിരുന്നു. സോ അതേപോലൊരു ബമ്പർ വേക്കൻസി തന്നെയാണ് നമ്മൾ SBI ക്ലർക്കിനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ IBPS ക്ലർക്കിന് കേരളയാണ് 108 വേക്കൻസി, ആൻഡ് NICL അസിസ്റ്റന്റ് കേരള വേക്കൻസി ആണ് ഞാനിപ്പോ ഈ 35 പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം കൂടെ ഇതിപ്പോ നിലവിൽ വന്ന നോട്ടിഫിക്കേഷനിലെ വേക്കൻസീസ് മാത്രമാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നിലവിൽ 9,008 വേക്കൻസി ആണ് ഇപ്പോ നമ്മളുടെ കയ്യിലുള്ളത് അല്ലെ. ഞാൻ SBI ക്ലർക്ക് കൂട്ടിയിട്ടേ ഇല്ല, കാരണം നമുക്ക് കേരള വേക്കൻസി അതിൻ്റെ അകത്തിൽ വരാത്തത് കൊണ്ട് ഞാനത് കൂട്ടിയില്ല. ഇത് കൂടാതെയാണ് നമുക്ക് 9,008 വേക്കൻസി ഉള്ളത്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഇതില് ഒരു വേക്കൻസി നമുക്ക് പിടിക്കാൻ പറ്റില്ലേ? നിങ്ങൾ സ്വയം ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ക്ലർക്ക് മാത്രം മതി, അങ്ങനെ ചിന്തിച്ചിരിക്കണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. നമുക്ക് കുറച്ചും കൂടെ നോക്കാം. കഴിവതും ഇതേപോലെ നേരത്തെ ഒന്നും ഒരിക്കലും ഒരു റിവൈസ്ഡ് നോട്ടിഫിക്കേഷൻ ആയിട്ട് SBIയുടെ ഇതുവരെ വന്നിട്ടില്ല. ഇനി നമുക്കറിയില്ല എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഇതിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എന്തായാലും 2019 മുതൽ ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫറിന് എലിജിബിൾ ആണെന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ ഇതേപോലെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് എന്ന് നമുക്ക് മേ ബി അതുകൊണ്ടാകാം. നമുക്ക് കൃത്യമായ ഒരു അപ്ഡേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം, ഇനി എന്തെങ്കിലും ഒരു 2-3 or 4 ഡേയ്സും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും അപ്ഡേഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വരുമോ, അല്ലെങ്കിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്റ്റേറ്റിന്റെ കാര്യം എന്താണ് എന്നുള്ളത് SBI അവരുടെ സൈറ്റ് ത്രൂ പറയുമോ എന്നുള്ളത് നോക്കാം. പക്ഷെ നമ്മൾ അത് ആലോചിച്ചിരുന്ന് നമുക്ക് മുന്നോട്ടുള്ള പ്രിപ്പറേഷൻ കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് എല്ലാ ആസ്പിറൻസിനോടും ആദ്യം പറയാനുള്ള ഒരു കാര്യം. കാരണം നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾ കട്ടയ്ക്ക് പ്രിപ്പറേഷനിലാണ്. SBI PO മുതൽ തുടങ്ങിയതാണ്. നമ്മൾ എന്ന് തൊട്ട് നമ്മളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചതാ അല്ലെ. അപ്പൊ ഇത്രയും വേക്കൻസീസ് ഇപ്പൊ നമ്മളുടെ കയ്യിലുണ്ട്. ഇനിയും RRB POയും RRB ക്ലർക്കും വരാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ട ഒരു വേക്കൻസി ഉണ്ട്. ഇനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, SBIക്ക് അപ്ലൈ ചെയ്യണോ? ഞാൻ പറയുകയാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് SBIയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഏത് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്താലും കേരളത്തിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും അല്ലെ. പക്ഷെ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ഭാഷ നമുക്ക് അറിവുണ്ടായിരിക്കണം. അതെന്തായാലും നമുക്ക് ജോയിനിങ്ങിന് മുന്നേ ഉറപ്പായിട്ടും LPT ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഇത് എടുത്ത് ഇപ്പൊ SBIയുടെ കാര്യം പറയുമ്പോൾ ഇത്രയും വേക്കൻസീസ് ഞാൻ എടുത്ത് നിങ്ങളോട് പറഞ്ഞതിന്റെ റീസൺ, നമുക്ക് നമ്മുടെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അങ്ങ് വിട്ടുപോയിട്ടൊന്നുമില്ല. SBIയിൽ തന്നെ കയറണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പം ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് എന്തായാലും നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ബാക്കി വരട്ടെ. ഇനിയും ഇത് കൂടാതെ ഇപ്പൊ RRB PO, RRB ക്ലർക്ക്, അതേപോലെ തന്നെ FCA നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് എന്താണ് സെയിം സിലബസും ആണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് SBIയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മളുടെ വേക്കൻസി ചാർട്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഇപ്പൊ എവിടെ അപ്ലൈ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ
നമ്മളിപ്പം സ്വന്തം സ്റ്റേറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തം സ്റ്റേറ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പറയും. ഇപ്പൊ നമുക്ക് കേരളത്തിൽ വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കർണാടക അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കാൻ ഞാനൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ചെന്നൈയിലാണെങ്കിൽ 1410, അതേപോലെ തന്നെ കർണാടക 760 വേക്കൻസി ഉണ്ട് അല്ലെ. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് കൂടുതൽ പഠിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എനിക്ക് ഒക്കും എന്ന് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഏതാണോ ആ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി എന്തായാലും ഇനി ഇവിടെ പോയി എക്സാം എഴുതേണ്ടി വരുമോ? ഇപ്പൊ IBPS ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ തന്നെ പോയി എക്സാം എഴുതണം. പക്ഷെ SBIക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ ഏത് സ്റ്റേറ്റ് അപ്ലൈ ചെയ്താലും നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ ഏത് സ്റ്റേറ്റ് ആണോ കൊടുക്കുന്നത്, നമ്മുടെ പ്രിഫറൻസ് കൊടുക്കുന്നത് ഏതാണോ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ പ്രിലിംസും മെയിൻസും നമുക്ക് കേരളത്തിൽ എഴുതാം. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രം നമ്മൾ അതാത് സ്റ്റേറ്റിൽ പോയാൽ മതി. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും, LLPT ഉണ്ടാകും. LLPT മീൻസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. SBI ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ, ജൂനിയർ അസോസിയേറ്റ് ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാകും, മെയിൻസ് എക്സാം ഉണ്ടാകും, അതിനുശേഷം LPT ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. The candidates applying for vacancies for a particular state should be proficient reading, writing, speaking and understanding in the specified opted local language of the state. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പറ്റണം. അപ്പോൾ നിങ്ങൾക്കിപ്പം അപ്ലൈ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തുടക്കത്തിൽ അറിയില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നമുക്കിപ്പോ എന്തായാലും ഇവിടെ കേരളത്തിൽ ഇല്ല, അപ്പൊ പിന്നെ എന്തായാലും ആ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു പ്രിലിംസും മെയിൻസും ഒക്കെ നമുക്ക് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് അത് കൂട്ടത്തേ ഉള്ളൂ. മുന്നോട്ട് വരുന്ന എക്സാംസിനെല്ലാം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം കുറച്ചൊരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു ½ an hour ഒക്കെ നിങ്ങൾക്ക് ഡെയിലി മാറ്റിവെക്കാം. ഓക്കെ. ഇനി ഈ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്, അതായത് പ്രിലിംസിനും മെയിൻസിനും ശേഷം ജോയിനിങ്ങിന് മുന്നേ ഉറപ്പായിട്ടും LPT ഉണ്ടായിരിക്കും. പണ്ടൊക്കെ നേരത്തെ ഒത്തിരി സമയമൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ ഒരു തവണ കിട്ടിയില്ലെങ്കിലും പിന്നെയും ഒരു 6 മാസമൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ അങ്ങനല്ല, ജോയിനിങ്ങിന് മുന്നേ തന്നെ എന്തുണ്ടായിരിക്കും, LPT ഉണ്ടായിരിക്കും. നോക്കിക്കേ, ഇറ്റ് വിൽ ബി കണ്ടക്ടഡ് ആഫ്റ്റർ ക്വാളിഫൈങ് ദി ഓൺലൈൻ എക്സാമിനേഷൻ ബട്ട് ബിഫോർ ജോയിനിങ് ദി ബാങ്ക്. ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ LPT പാസ്സായവരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ജോയിനിങ് ലെറ്റർ അവർ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇനി ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. ആ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കാം. ഇനി 10ലോ +2ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയിലോ എവിടെയെങ്കിലും നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ, ഏത് സ്റ്റേറ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലാംഗ്വേജ് നിങ്ങൾ 10ലോ +2ലോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കില്ല, LPT ഉണ്ടായിരിക്കില്ല. ആ ഒരു കാര്യം ഓർക്കുക. ഇപ്പൊ നമ്മൾ കേരളം ആണെന്നുണ്ടെങ്കിൽ പറയല്ലോ, നമ്മളിപ്പോ 10ലോ +2ലോ ഒക്കെ മലയാളം പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് LPT ഉണ്ടാകില്ല. ബട്ട് ഇപ്പൊ നമുക്ക് കേരളത്തിൽ വേക്കൻസി ഇല്ല, അപ്പൊ നമ്മൾ തമിഴ്നാടോ കർണാടകയോ കൊടുത്തേ പറ്റുള്ളൂ. ഇനി എടുത്തു പറഞ്ഞിട്ടുണ്ട്, there is no provision for inter circle transfer. അതായത് ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ 5 വർഷത്തിന് മുന്നേ കിട്ടില്ല. അതായത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 5 വർഷം ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്തത് അവിടെ നമുക്ക് 5 വർഷം കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫറിന് എലിജിബിൾ ആയിട്ടുള്ളത്. ഓക്കെ. 5 വർഷത്തിന് ശേഷം ഉടനെ കിട്ടണം എന്നല്ല, അപ്പൊ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും. ബട്ട് 5 വർഷം വരെ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകില്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി നമ്മളുടെ എക്സാം എന്നായിരിക്കും, നമ്മുടെ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബറിലായിരിക്കും എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അതേപോലെ തന്നെ മെയിൻസ് എന്നായിരിക്കും, നവംബറിലായിരിക്കും. അപ്പൊ സെപ്റ്റംബറിലും നവംബറിലും ആയിട്ടായിരിക്കും പ്രിലിംസും മെയിൻസും നടക്കാം. സെപ്റ്റംബർ ലാസ്റ്റ് ആയിരിക്കും പ്രിലിംസ്, ദെൻ ഒക്ടോബർ ഒരു മാസം നമ്മളുടെ കയ്യിലുണ്ട്, നവംബറിലായിരിക്കും മെയിൻസ് വരുന്നത്. ഇനി കാറ്റഗറി എന്താണ് കൊടുക്കേണ്ടത്? ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ OBC കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇപ്പൊ OBCയിൽ തന്നെ ക്രീമി ലെയറും ഉണ്ട്, നോൺ ക്രീമി ലെയറും ഉണ്ട്. അപ്പോൾ OBC കാറ്റഗറി കൊടുക്കാൻ പറ്റുക നോൺ ക്രീമി ലെയറിൽ പെടുന്ന ആൾക്കാർക്കാണ് OBC കാറ്റഗറി എന്ന് കൊടുക്കാൻ പറ്റുക. ക്രീമി ലെയർ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് OBC റിസർവേഷൻ കിട്ടില്ല. അപ്പൊ നിങ്ങളെ നോൺ ക്രീമി ലെയർ ആണോ ക്രീമി ലെയർ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് നിങ്ങൾ കൊടുക്കാനായിട്ട്.
ഓക്കെ. ഇനി നിങ്ങൾ OBC കാറ്റഗറി ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ആവശ്യമില്ല. പക്ഷെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയമാകുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ ഹാജരാക്കേണ്ടി വരും. നമ്മൾ OBC കാറ്റഗറി ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ. നോക്കിക്കേ, അത് ഏത് ഫോർമാറ്റിലാണോ ബാങ്ക് പറഞ്ഞിട്ടുള്ളത് അതേ ഫോർമാറ്റിൽ തന്നെ എടുത്തു വെക്കുക. നോൺ ക്രീമി ലെയർ ക്ലോസ് ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് 1/4/2026 ടു ദി ഡേറ്റ് ഓഫ് ടേക്കിംഗ് അപ്പ് അപ്പോയിന്റ്മെന്റ്. അതായത് നമ്മൾ ഇന്ന് വരെയാണോ, മീൻസ് എന്നാണോ നമുക്ക് അപ്പോയിന്റ്മെന്റ് ആകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈം വരെ, കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. 1/4/2026 മുതൽ നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ഇനി അതേപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇപ്പൊ SC/ST ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ SC/ST ആണ് ഇപ്പൊ കാറ്റഗറി കൊടുക്കുന്നതെങ്കിൽ അതാണെന്ന് തെളിയിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അത് ഏതാണോ അവരുടെ ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളത് ആ ഫോർമാറ്റിലുള്ളത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് വെക്കുക. ഓക്കെ. ഇനി ആരാണ് EWS? ഇപ്പൊ നമ്മൾ കാസ്റ്റ് റിസർവേഷൻ ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. OBC ആണെങ്കിലും SC/ST ആണെങ്കിലും. ഇപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണ്, പക്ഷെ ഫിനാൻഷ്യലി നിങ്ങൾ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EWSന് എലിജിബിൾ ആണ്. അപ്പൊ അതിന് പക്ഷേ എല്ലാവർക്കും ഇല്ല, അത് കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് EWS കാറ്റഗറിയിൽ അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആസ്പിറൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും EWS വെച്ച് തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ അണ്ടർ EWS കാറ്റഗറി ക്യാൻ ബി അവൈൽഡ് അപ്പോൺ പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഈ എക്സാം നടക്കുന്നത് എന്നാ? 2026. അപ്പോൾ നമ്മൾ 2025-26 വർഷത്തെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അത് പക്ഷെ എപ്പോ വാലിഡ് ആയിരിക്കണം? 2026-27 വാലിഡിറ്റി ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സാം ടൈം അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രോസസ്സ് തീരുന്നത് വരെ വാലിഡിറ്റി ഉള്ള 2025-26 വർഷത്തെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊവൈഡ് ചെയ്യേണ്ടത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിൽ. അത് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ ആ EWSന് എന്തായിരിക്കത്തുള്ളൂ? എലിജിബിൾ ആയിരിക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് EWS ആണോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് ഉള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലോ ഒക്കെ പോയി നിങ്ങൾക്ക് അതിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ. ഇനി നമ്മളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/4/2026 ബേസ് ചെയ്തിട്ടാണ്. മിനിമം 20 വയസ്സും മാക്സിമം 28 വയസ്സുമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ 20, 28 എന്നൊക്കെ പറയുമ്പോൾ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നൊക്കെയുള്ളത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 1/4/2026 അല്ല, സോറി, 1/4/2026 ബേസ് ചെയ്തിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2/4/1998 1/4/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. ഇനി OBC കാറ്റഗറി ആണെങ്കിൽ ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, SC/ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും, ദെൻ PWBD ആണ് എന്നുണ്ടെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെക്കുക. ഇതാണ് ഏജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ നോട്ടിഫിക്കേഷനകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് വരിക? ഇപ്പൊ ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കണം? ഡിഗ്രി ഉണ്ടായിരിക്കണം. നമ്മൾ ഡിഗ്രി പാസ്സായിരിക്കണം. അപ്പൊ ക്വാളിഫിക്കേഷന്റെ ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് 31/12/2026. അതായത് 31/12, അതായത് December 31, 2026 December 31 നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഏതാണെങ്കിലും നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കും. അത് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഒരുപാട് പേര് ചോദിക്കും, ഫൈനൽ സെമസ്റ്ററിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പൊ ഫൈനൽ ഇയർ സെമസ്റ്ററിനുള്ളവർക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? മേ ഓൾസോ അപ്ലൈ പ്രൊഫഷണലി സബ്ജക്ട് ടു ദി കണ്ടീഷൻ ദാറ്റ് ഇഫ് professionally selected, they will have to produce proof of having passed the graduation examination on or before 31/12/2026. ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷേ 31/12/2026 ഡിഗ്രി പാസ്സായ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെലക്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർസെൻറ്റേജ് കൊടുക്കേണ്ടി വരും. ആൻഡ് ഓൾസോ പാസിംഗ് ഡേറ്റ് എന്നാന്നുള്ളത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണെങ്കിൽ സർട്ടിഫിക്കറ്റിൽ ഏത് ഡേറ്റ് ആണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ റിസൾട്ട് ജസ്റ്റ് വന്നതേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് സൈറ്റിൽ നിങ്ങളുടെ റിസൾട്ട് വന്ന ഡേറ്റ് ഏതാണോ അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നമ്മളുടെ എക്സാമിനേഷന്റെ പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം പാറ്റേൺ എന്താണ്? അപ്പൊ SBI ക്ലർക്കിന് നമുക്ക് 3 സബ്ജക്റ്റ് ആണ്: ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്.
ഈ 3 സബ്ജക്റ്റ് ആണുള്ളത്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്, ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്, ആൻഡ് റീസണിംഗ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. എന്താണ് ഈ 20 മിനിറ്റ്സ് എന്ന് പറയുന്നത്? ഓരോന്നിനും സെക്ഷണൽ ടൈമിംഗ് ഉണ്ടാകും. അതായത് ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ ആകെ 20 മിനിറ്റ് മാത്രമേ സമയം കിട്ടുള്ളൂ. ആ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത സെക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റില്ല. അടുത്തത് ഇപ്പം ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിൽ ആ 35 ക്വസ്റ്റ്യൻ ചെയ്യാൻ അടുത്ത 20 മിനിറ്റ് ആയിരിക്കും. ദെൻ റീസണിംഗ് എബിലിറ്റി അടുത്ത 35 ക്വസ്റ്റ്യൻ ചെയ്യാൻ അടുത്ത 20 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 1 അവർ ആണ് നമ്മുടെ പ്രിലിംസിന്റെ എക്സാം ടൈം എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ ഉറപ്പായിട്ടും മനസ്സിലാക്കുക. നമ്മൾ സ്കൂളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ആ ടൈം കഴിയുന്നത് വരെയും ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഏത് ക്വസ്റ്റ്യൻ എപ്പോൾ വേണമെങ്കിലും നോക്കാം. ഇവിടുത്തെ കേസിൽ അങ്ങനെ പറ്റില്ല. ഇനി SBI ക്ലർക്കിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അതായത് ഇംഗ്ലീഷിന് മിനിമം ഇത്ര വേണം, റീസണിങ്ങിന് മിനിമം ഇത്ര വേണം, ക്വാണ്ടിന് മിനിമം ഇത്ര വേണം. IBPS ക്ലർക്കിന് മിനിമം കട്ട് ഓഫ് പറയുന്നുണ്ട് ഓരോ സെക്ഷനും. SBI ക്ലർക്കിന് മിനിമം കട്ട് ഓഫ് പറയുന്നില്ല. നോ മിനിമം ക്വാളിഫയിങ് മാർക്സ് ആർ പ്രിസ്ക്രൈബ്ഡ് ഫോർ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എടുത്ത് പറയുന്നുണ്ട്. ബട്ട് ഓവറോൾ കട്ട് ഓഫ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/4 തന്നെ ആയിരിക്കും നമ്മളുടെ നെഗറ്റീവ് മാർക്ക്. ഓക്കെ, മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സബ്ജക്ട് കൂടെ പഠിക്കാനുണ്ട്. ജനറൽ അവയർനെസ് ആൻഡ് ബാങ്കിങ് അവയർനെസ്. അതായത് കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സ് പ്ലസ് ബാങ്കിങ് അവയർനെസ് ആണ്. അത് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 35 മിനിറ്റ് ആണ് സമയം. ദെൻ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ് സമയം. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 45 മിനിറ്റ്. റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നെങ്കിലും കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടേ ഇല്ല. റീസണിംഗ് തന്നെയാണ് ചോദിക്കുന്നത്. അതും 50 ക്വസ്റ്റ്യൻ 60 മാർക്കാണ് 45 മിനിറ്റ് ആണ് സമയം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട് എന്റെ സബ്ജക്റ്റ് ആണ്, റീസണിംഗ് ആണ്. 50 ക്വസ്റ്റ്യനും 60 മാർക്കും. സമയം 45 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ്ങിനും 45 മിനിറ്റ് ആണ് സമയം. ബാക്കി ഇംഗ്ലീഷിനും കറണ്ട് അഫേഴ്സിനും 35 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. SBI ക്ലർക്കിന്റെ മെയിൻസിനും സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. ഓവറോൾ കട്ട് ഓഫ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അവർ എത്ര കട്ട് ഓഫ് ആണോ ഓരോ സ്റ്റേറ്റിനും പറയുന്നത് അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അത് ക്വാളിഫൈ ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് LPT ഉണ്ടാകും. അതും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി എന്താണ് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്? അതായത് നമ്മളിപ്പോൾ എന്തിനാ ഇത് നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ബാങ്കിലാണ് ജോലി ചെയ്യേണ്ടത് അല്ലെ. അവിടെ ഇപ്പോൾ സാധാരണ ആൾക്കാർ, അപ്പൊ അവിടുത്തെ ഇപ്പൊ ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ സാധാരണ ആൾക്കാർ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ബാങ്കിൽ വരും അല്ലെ. അപ്പൊ അവിടുത്തെ ലാംഗ്വേജിൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ പ്രാപ്തരാണോ എന്നുള്ളത് മാത്രമാണ് അവർ ടെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളിപ്പോൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുക. ഇപ്പൊ ചിലർ എങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ കൊണ്ട് ന്യൂസ് പേപ്പർ വായിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിക്കാൻ പറയാം, അല്ലെങ്കിൽ പാരഗ്രാഫ് എഴുതിപ്പിക്കാം, അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ, കോംപ്രിഹെൻഷൻ പോലെ എന്ത് വേണമെങ്കിലും അവര് ചെയ്യിപ്പിക്കാം. ഇവിടെ The provisionally selected candidates are not having studied in class 10th or plus 2. അപ്പോൾ 10ലോ പ്ലസ് 2ലോ നമ്മൾ ആ ഭാഷ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ LPT ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നോൺ വെർബൽ ടെസ്റ്റും ഉണ്ട്, വെർബൽ ടെസ്റ്റും ഉണ്ട്. നോൺ വെർബൽ ആണെങ്കിൽ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും അതേപോലെ തന്നെ പാസേജസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യനും മാക്സിമം മാർക്കും ഒക്കെ ഇവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പാറ്റേണിലായിരിക്കും നമ്മളുടെ എന്ത് ചോദിക്കുക, LLPT ചോദിക്കുക. അപ്പൊ എന്തായാലും അത് ഉണ്ടാകും. ജോയിനിങ്ങിന് മുന്നേ അത് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇപ്പം ഒരുപാട് പേര് SBI അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ആക്കിയ ആസ്പിറൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അത് എന്ന് മുതൽ എന്ന് വരെ ഉള്ളതാണ് നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ആക്കിയവർക്ക് ഒരു വെയിറ്റേജ് കിട്ടുന്നുണ്ട് മെയിൻസ് എക്സാമിനേഷന്. അതായത് 2.5% ഓഫ് ദി മാക്സിമം മാർക്ക്. അതായത് 200-ല് 5 മാർക്ക് അവർക്കൊരു ബോണസ് ആയിട്ട് കിട്ടും. പക്ഷെ ഇത് കിട്ടുന്നത് ആർക്കാണ്? അതായത് അപ്രന്റീസ്ഷിപ്പ് 1/2/2022 ശേഷവും 31/8/2026 അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ആക്കിയവർക്ക് മാത്രമേ ഈ ഒരു ബോണസ് മാർക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ കാലയളവിനുള്ളിലുള്ളവർക്കാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ബോണസ് പോയിന്റിന് അർഹത ഉണ്ടായിരിക്കുക. ഓക്കെ,
ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എത്രയായിരിക്കും സാലറി കിട്ടുക. അപ്പം നമുക്കിവിടെ ബേസിക് പേ പറയുന്നത് 26,730 ആണ്. സോ മുംബൈ പോലെയുള്ള ഒരു സിറ്റിയിൽ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഒരു 46,000 പെർ മന്ത്. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാം കൂടെ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ 50ക്ക് മുകളിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് കൂടാതെ തന്നെ SBIയിൽ ഒരുപാട് അലവൻസസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. സ്പെക്ടക്കിൾ അലവൻസ്, ഫർണിച്ചർ അലവൻസ്, ദെൻ മൊബൈൽ പർച്ചേസ്, ന്യൂസ് പേപ്പർ പർച്ചേസ്, അതേപോലെ തന്നെ പെട്രോൾ അലവൻസ്, അതേപോലെ 100% മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ഇതെല്ലാം നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ സാലറിയെ പറ്റിയിട്ടൊന്നും നിങ്ങൾ ടെൻസ്ഡ് ആകേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചു കയറി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സെറ്റാണ്. ഓക്കെ, ഇനി ഇത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രൊബേഷൻ പീരീഡിൽ ബാങ്ക് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് ഓക്കെ ആക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരില്ല. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ കയറുന്നത്. സോ 6 മന്ത്സിൽ തന്നെ നമുക്ക് ബാങ്ക് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഷുവറായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 750 ആണ്. SC ST PWBD കാറ്റഗറിക്ക് ഫീസ് ഇല്ല. ബാക്കി എല്ലാവർക്കും 750 രൂപയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ബേസ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മാനസികമായിട്ട് നമുക്ക് കേരളത്തിൽ വേക്കൻസി ഇല്ലാഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കുള്ളത് എങ്ങും പോകില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യുക, അടിയുറച്ച് വിശ്വസിക്കാൻ, നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. ഉറപ്പായിട്ടും നമ്മൾ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതേപോലെ എൻ്റെ പേഴ്സണൽ ടെലഗ്രാം ചാനലാണ് റീസണിംഗ് വിത്ത് അഞ്ജു. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താൽ കംപ്ലീറ്റ് ബാങ്ക് എക്സാംസിന്റെ അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്തായാലും SBI ക്ലർക്കും IBPS ക്ലർക്കും ഇങ്ങ് എത്തി. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ടോപ്പിക്സ് എല്ലാം അറിയാം, അതൊന്ന് നന്നായിട്ട് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് ടോപ്പിക്കിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് 50+ ലൈവ് പ്രാക്ടീസ് സെഷൻസ് വിത്ത് ടൈമർ ലൈവ് പ്രാക്ടീസ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ബാച്ചിലൂടെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് മെയിൻസ് ആണ്, മെയിൻസിന് മാത്രമായിട്ട് പ്രിലിംസ് ഞങ്ങൾക്ക് ഓക്കെയാ, മെയിൻസ് ആണ് ബുദ്ധിമുട്ടെങ്കിൽ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 3.0 ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞു പോയ ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് മെയിൻസിന്റെ സിലബസ് ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫേഴ്സ് ആണെങ്കിലും ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മെയിൻസ് ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ടും നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് മെയിൻസും ജനുവരി 30-നാണ് RRB ക്ലർക്ക് മെയിൻസ്, ഈ വർഷത്തെ ലാസ്റ്റ് എക്സാം. അതുവരെയും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ എന്തുണ്ടായിരിക്കുന്നതായിരിക്കും, ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബേസ് മുതൽ തന്നെ ഏറ്റവും ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന ഏറ്റവും അടുത്ത ബേസ് ബാച്ച് ആണ് RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച്. അപ്പൊ അടുത്ത വരാനുള്ള എക്സാം അതായതുകൊണ്ട് ആ ഒരു പേരിട്ടു എന്ന് മാത്രം. കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെയും സിലബസ് സെയിം ആണ്. സോ നമ്മളുടെ ഏറ്റവും ബേസ് ബാച്ചിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് പ്രിലിംസും മെയിൻസ് ക്ലിയർ ആകുന്നവർക്ക് ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ടും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കൊന്നും അറിയില്ല ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ട്, ഏറ്റവും ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ബാച്ചാണ് RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച്. ഓക്കെ, ഇനി എന്തെങ്കിലും ബാച്ചിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാംസിനെ പറ്റിയിട്ടോ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ നന്നായിട്ട് നമുക്ക് മുന്നോട്ടുള്ള എക്സാംസ് ഒരുമിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്ത് 2026 എക്സാംസ് എഴുതി 2027 ഒരു ബാങ്കർ ആകണം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.